SSLC മാത്തമാറ്റിക്സിൻ്റെ മാർച്ച് 2023 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് നോക്കുന്നത്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ സമാന്തര ശ്രേണികൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ക്വസ്റ്റ്യൻ ഇതാണ്: 7, 13, 19 എന്ന സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം എന്ത്? 11ാം പദം കാണുക. അതായത് സ്കോർ 2 ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പറിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. ഒരു സമാന്തര ശ്രേണി തന്നിട്ടുണ്ട്. അപ്പോൾ ഏതാണ് സമാന്തര ശ്രേണി? 7, 13, 19 എന്നതാണ് സമാന്തര ശ്രേണി. അതിൽ ക്വസ്റ്റ്യൻ്റെ ആദ്യത്തെ പാർട്ട് എ എന്ന് പറയുന്ന പാർട്ട് ചോദിച്ചേക്കുന്നത് പൊതുവ്യത്യാസം എന്ത്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. പൊതുവ്യത്യാസം കണ്ടെത്തുന്നത് എങ്ങനെയാണ്? ഒരു സമാന്തര ശ്രേണി തന്നു കഴിഞ്ഞാൽ അടുത്തടുത്തുള്ള 2 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കണ്ടാൽ മതി. അപ്പം നമുക്ക് 2ാം പദം 13 ആണ്. 13 മൈനസ് 7 എത്ര കിട്ടും? 6, 6, 12, 6, 7, 13. പൊതുവ്യത്യാസം 6 എന്ന് കിട്ടും. അല്ല, രണ്ടാമത്തെ പാർട്ട് ഇതാണ്: 11ാം പദം കാണുക. 11ാമത്തെ പദം കാണുക. അപ്പോൾ നമുക്ക് 3 പദം തന്നിട്ടുണ്ട്. വേണമെങ്കിൽ പൊതുവ്യത്യാസം കൂട്ടി 11ാം പദം കാണാം. അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ഇക്വേഷൻ നമുക്ക് ജനറലായിട്ട് നമുക്കറിയാവുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം. ഇതിൽ പഠിച്ചിരിക്കേണ്ട ഈ ചാപ്റ്ററിൽ പഠിച്ചിരിക്കേണ്ട ആദ്യത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്: xn = an + b. ഇതിൽ a എന്ന് പറയുന്നത് പൊതുവ്യത്യാസം. a എന്ന് പറയുന്നത് പൊതുവ്യത്യാസം, b എന്ന് പറയുന്നത് ആദ്യ പദം മൈനസ് പൊതുവ്യത്യാസം. അപ്പം നമുക്ക് നോക്കാം. a തന്നിട്ടുണ്ട്. a എന്ന് പറയുന്നത് നമ്മൾ കണ്ടെത്തി 6 ആണ്. b എന്ന് പറയുന്നത് ആദ്യ പദം 7 മൈനസ് പൊതുവ്യത്യാസം 6. അപ്പം = 7 - 6 = 1 എന്ന് കിട്ടി. അപ്പം നമുക്ക് xn ബീജഗണിത രൂപം എഴുതാം. xn = 6n - 1 എന്ന് കിട്ടി. സോറി, 6n + 1, b 1 അല്ലേ? 6n + 1 എന്ന് കിട്ടി. ഇനി നമുക്ക് 11ാം പദം കണ്ടെത്തണം. x 11 കണ്ടെത്തേണ്ടത്. ഈ ബീജഗണിത രൂപം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് n-ൻ്റെ വാല്യൂ 11 എന്ന് ഇട്ട് കൊടുത്താൽ മതി. x 11 = 6 × 11 + 1 = 66 + 1 = 67. നമ്മുടെ 11ാമത്തെ പദം കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. പൊതുവ്യത്യാസം 8 ആയ ഒരു സമാന്തര ശ്രേണിയുടെ 6ാം പദം 46 ആണ്. ഈ സമാന്തര ശ്രേണിയുടെ 16ാം പദം കാണുക. 21ാം പദം എന്ത്? ക്വസ്റ്റ്യൻ്റെ അകത്ത് പൊതുവ്യത്യാസം തന്നിട്ടുണ്ട്. പൊതുവ്യത്യാസം 8. ശ്രേണിയുടെ 6ാം പദം തന്നിട്ടുണ്ട്. 6ാം പദം 46. ഇനി x 6 = 46 എന്ന് എഴുതാം. പൊതുവ്യത്യാസത്തിന് CD എന്ന് എഴുതുന്നു. അത് 8 എന്നും എഴുതാം. ഇനി കണ്ടെത്തേണ്ടത് ഈ സമാന്തര ശ്രേണിയുടെ 16ാം പദമാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. x 16 എത്രയാണെന്ന് കണ്ടെത്തണം. അതിന് നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഏതാണ്? പദവ്യത്യാസം = സ്ഥാനവ്യത്യാസം × പൊതുവ്യത്യാസം. അപ്പോൾ പദവ്യത്യാസം എന്ന് പറഞ്ഞാൽ 2 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. നമുക്ക് കണ്ടെത്തേണ്ടത് x 16 ആണ്. അപ്പോൾ x 16 മൈനസ് ക്വസ്റ്റ്യൻ്റെ അകത്ത് 6ാം പദം തന്നിട്ടുണ്ട്. ഈ x 16 - x 6 = സ്ഥാനവ്യത്യാസം 16 - 6 × പൊതുവ്യത്യാസം 8. x 16 - x 6. അപ്പോൾ x 16 നമുക്ക് കണ്ടെത്തണം. x 6 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ്റെ അകത്ത് തന്നിട്ടുണ്ട് 46 = 16 - 6 10 × 8. അപ്പോൾ x 16 = 10 × 8 80 + 46. അപ്പം
6 8 4 12 126. അപ്പോൾ 16-ാം പദം നമുക്ക് കിട്ടി. 16-ാം പദം 126 ഇനി അടുത്ത് ചോദിച്ചേക്കുന്നത് എന്താണ്? ഈ ശ്രേണിയുടെ 21-ാം പദം കണ്ടെത്തുക. ഇതേപോലെ തന്നെ നമുക്ക് കണ്ടെത്താം. ഇതേ ഇക്വേഷൻ തന്നെ ഉപയോഗിക്കാം. പദവ്യത്യാസം ഈക്വൽ ടു സ്ഥാനവ്യത്യാസം ഇൻറ്റു പൊതുവ്യത്യാസം. കണ്ടെത്തേണ്ടത് 21-ാം പദമാണ്. അപ്പം x21 മൈനസ് x6 ഈക്വൽ ടു സ്ഥാനവ്യത്യാസം 21 മൈനസ് 6 ഇൻറ്റു 8 എന്ന് എഴുതാം. x21 എന്ന് പറയുന്നത് നമുക്ക് കണ്ടെത്തണം. x21 ഈക്വൽ ടു x6 എന്ന് പറയുന്നത് 46 അതായത് 6-ാം പദം 46 പ്ലസ് 21 മൈനസ് 6 എത്ര കിട്ടും? 15 ഇൻറ്റു 8 ഈക്വൽ ടു 46 പ്ലസ് 15 8 10 80 120 ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 166 കിട്ടും. 4 6 4 2 6 166. അപ്പം 21-ാം പദം എന്ന് പറയുന്നത് 166. പിന്നെ അടുത്ത എന്തായിരുന്നു? 16-ാം പദം എന്ന് പറയുന്നത് 126. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 7 പദങ്ങളുടെ തുക 140. ഈ ശ്രേണിയുടെ 11 പദങ്ങളുടെ തുക 440. ഈ ശ്രേണിയുടെ 4-ാം പദം എന്ത്? 6-ാം പദം കാണുക. ഈ ശ്രേണിയുടെ പൊതുവ്യത്യാസം എന്ത്? ശ്രേണിയുടെ 1-ാം പദം കാണുക. നോക്കിക്കേ, അതിലെ 7 പദങ്ങളുടെ തുക 140 തന്നിട്ടുണ്ട്. അടുത്തത് 11 പദങ്ങളുടെ തുക 440 എന്ന് ക്വസ്റ്റ്യൻ്റെ അകത്ത് തന്നിട്ടുണ്ട്. അതിലാദ്യത്തെ പാർട്ട് എന്താണ്? 4-ാം പദം കണ്ടെത്തുക എന്നുള്ളതാണ്. x4 എത്രയാണെന്ന് കണ്ടെത്തണം. നോക്കിക്കേ, 7 പദങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പം നോക്കുക, ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണ്. x1 x2 x3 x4 x5 ഇങ്ങനെയുള്ള 5 പദങ്ങൾ ഉള്ള ഒരു സമാന്തര ശ്രേണിയുടെ മധ്യ x3 അതായത് 3-ാമത്തെ പദം എന്ന് പറയുന്നത് ഈ പദങ്ങളെല്ലാം കൂടെ കൂട്ടിക്കിട്ടുന്നത്, അതായത് S5 x1 x2 x3 x4 x4 ഈ 5 പദങ്ങളെല്ലാം കൂടെ കൂട്ടിക്കിട്ടുന്നത് ഡിവൈഡഡ് ബൈ എത്ര എണ്ണം ഉണ്ടോ അതാണ് 3-ാമത്തെ പദം എന്ന് പറയുന്നത്. അതായത് ഒറ്റ സംഖ്യകളായിരിക്കണം. പദങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യകളാണ് എങ്കിൽ ഇപ്പം 5 പദങ്ങളാണെങ്കിൽ 5 പദങ്ങളുടെ തുക ഡിവൈഡഡ് ബൈ പദങ്ങളുടെ എണ്ണമാണ് ഈ മധ്യപദം, അതായത് x3. ഇവിടെ നോക്കിക്കേ, ഇതേപോലെ തന്നെ ഇവിടെ എത്ര പദമാണ് തന്നിട്ടുള്ളത്? 7 പദമാണ് തന്നിട്ടുള്ളത്. അതായത് x1 x2 x3 x4 x5 x6 x7 ഇങ്ങനെ 7 പദങ്ങളാണ് തന്നിട്ടുള്ളത്. ഇതിൻ്റെ നടുക്കത്തെ പദമാണ്, അതായത് മധ്യപദമാണ് x4 എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നമുക്ക് കണ്ടെത്താനുള്ളത്. അപ്പോൾ x4 എന്ന് പറയുന്നത് ഈ പദങ്ങളെല്ലാം കൂടെ കൂട്ടിക്കിട്ടുന്നത് ഡിവൈഡഡ് ബൈ പദങ്ങളുടെ എണ്ണം. അതായത് x4 മധ്യപദം x4 ഈക്വൽ ടു ഈ പദങ്ങൾ, അതായത് S7 എന്ന് പറഞ്ഞാൽ 7 പദങ്ങളുടെ തുക ഡിവൈഡഡ് ബൈ പദങ്ങളുടെ എണ്ണം. പദങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 7. അതായത് S7 ഡിവൈഡഡ് ബൈ 7. അപ്പം x4 എന്ന് പറയുന്നത് S7 ഡിവൈഡഡ് ബൈ S7 എത്രയാണ്? ക്വസ്റ്റ്യൻ്റെ അത് തന്നിട്ടുണ്ട്. 140 ഡിവൈഡഡ് ബൈ 7 20 എന്ന് കിട്ടി. ഇതേപോലെ തന്നെയാണ് അടുത്തത്. S എത്രയാണ് തന്നിട്ടുള്ളത്? 11 തന്നിട്ടുണ്ട്. രണ്ടാമത്തെ പാർട്ട് S11 തന്നിട്ടുണ്ട്. അതിൻ്റെ മധ്യപദം എന്ന് പറയുന്നത് എത്രയായിരിക്കും? x6 അപ്പോൾ അതാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. x11 440 ക്വസ്റ്റ്യൻ്റെ അകത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? x6 കാണാൻ വേണ്ടി 440 ഡിവൈഡഡ് ബൈ എത്ര എടുക്കണം? എത്ര പദങ്ങളാണ്? 11 ചെയ്താൽ മതി. അപ്പോൾ എത്ര കിട്ടും? 40 എന്ന് കിട്ടും. അപ്പം നമ്മുടെ x4ഉം അതായത് 4-ാം പദവും നമുക്ക് കിട്ടി, 6-ാം പദവും കിട്ടി. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. നോക്കുക, x1 s2
S3 3 പദങ്ങളാണെങ്കിൽ എൻ്റെ നടുക്കത്തെ പദം എന്ന് പറയുന്നത് x2 ആണ്. അത് കാണാൻ വേണ്ടി x1 പ്ലസ് x3 ഡിവൈഡഡ് ബൈ എത്ര കാണണം? എത്ര എണ്ണം ഉണ്ട്? 3 ചെയ്താൽ മതി. ഇനി x1 s2 s3 x4 x5 നടുക്കത്തെ പദം എത്രയാണ്? x3 ആണ്. അപ്പോൾ x3 കാണാൻ വേണ്ടി x2 ഉണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടിക്കിട്ടുന്നു. അതായത് x1 പ്ലസ് s2 പ്ലസ് x3 പ്ലസ് x4 പ്ലസ് x5 ഡിവൈഡഡ് ബൈ 5. അതേപോലെ തന്നെ 7 നമ്പേഴ്സ് x1 s2 s3 s4 s5 x6 അങ്ങനെയാണെങ്കിൽ നടുക്കത്തെ പദം എന്ന് പറയുന്നത് x4 ആയിരിക്കും. അതെന്ന് പറയുന്നത് ഈ 7 പദങ്ങളും കൂടെ കൂട്ടുക ഡിവൈഡഡ് ബൈ 7 എന്ന് ചെയ്യുക. ഇതേ പ്രൊസീജിയറാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇനി മൂന്നാമത്തേത് പദങ്ങളുടെ തുക എന്ന് പറയുന്ന പോർഷനുണ്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ. ആ ഭാഗത്ത് ഇത് പഠിച്ചതാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളതുമാണ്. ഇതിൽ ശ്രേണിയുടെ പൊതുവ്യത്യാസം എന്ത്? അപ്പം ശ്രേണിയുടെ പൊതുവ്യത്യാസം കാണേണ്ടത് നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് എന്തെടുക്കാം? നമുക്ക് ഇതിൻ്റെ അകത്ത് 2 കാര്യങ്ങൾ കിട്ടി. x4 കിട്ടി, x6 കിട്ടി. അതിൻ്റെ x4 എന്ന് പറയുന്നത് 20 x6 എന്ന് പറയുന്നത് 40 നമുക്ക് കിട്ടി. 2 കാര്യങ്ങൾ കിട്ടി. ഇങ്ങനെ എഴുതാം. x4 എന്ന് പറയുന്നത് 20 കിട്ടി, x6 എന്ന് പറയുന്നത് 40 കിട്ടി. അപ്പോൾ നമുക്ക് പൊതുവ്യത്യാസം കാണാം. എങ്ങനെ എഴുതാം? പദവ്യത്യാസം ഈക്വൽ ടു സ്ഥാനവ്യത്യാസം ഇൻറ്റു പൊതുവ്യത്യാസം. അപ്പോൾ പദവ്യത്യാസം എന്ന് പറയുന്നത് 40 മൈനസ് 20 ഈക്വൽ ടു സ്ഥാനവ്യത്യാസം 6 മൈനസ് 4 ഇൻറ്റു പൊതുവ്യത്യാസത്തിന് ഞാനിവിടെ CD എന്ന് കൊടുത്തു. അപ്പം 40 മൈനസ് 20 ഈക്വൽ ടു 2 ഇൻറ്റു CD. ഇപ്പോൾ പൊതുവ്യത്യാസം എന്തെഴുതാം? പൊതുവ്യത്യാസം ഈക്വൽ ടു 20 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 10. അപ്പോൾ നമുക്ക് പൊതുവ്യത്യാസവും കിട്ടി. എത്രയാണ്? 10 കിട്ടി. ഇനി അടുത്തതാണ് D പാർട്ട്. ഇവിടെ ശ്രേണിയുടെ 1-ാം പദം കണ്ടെത്തുക. എങ്ങനെ നമ്മൾ 1-ാം പദം കണ്ടെത്തും? 1-ാം പദം കണ്ടെത്താനുള്ള റിലേഷൻ നമുക്കറിയാമല്ലോ. എന്ത് ടേം കണ്ടെത്താനുള്ള റിലേഷൻ എന്താണ്? അതായത് ഇവിടെ എഴുതാം D. n-ാം പദം എന്ന് പറയുന്നത് ആദ്യ പദം പ്ലസ് n-1 ഇൻറ്റു പൊതുവ്യത്യാസം. അപ്പം n-ാം പദം ഏതെങ്കിലും ഒരു പദം എടുക്കാം. നമുക്ക് 4-ാമത്തെ പദം എടുക്കാം. x4 ആണല്ലോ. x4 ഈക്വൽ ടു ആദ്യ പദം അറിയില്ല പ്ലസ് 4 മൈനസ് 1 പൊതുവ്യത്യാസം നമുക്കിപ്പം കിട്ടി 10. അപ്പോൾ x4 എന്ന് പറയുന്നത് നമുക്ക് കിട്ടി. എത്രയാണ് കിട്ടിയത്? x4 പദങ്ങളുടെ എണ്ണം 20 ആണല്ലോ. 20. അപ്പോൾ 20 ഈക്വൽ ടു ആദ്യ പദം നമുക്ക് കണ്ടെത്തണം പ്ലസ് 3 ഇൻറ്റു 30. ഇനി 20 ഈക്വൽ ടു x1 പ്ലസ് 30. അപ്പോൾ ആദ്യ പദം x1 ഈക്വൽ ടു 20 മൈനസ് 30 ഈക്വൽ ടു മൈനസ് 10. അപ്പോൾ ആദ്യ പദം അല്ല 1-ാം പദം എന്ന് പറയുന്നത് കിട്ടി മൈനസ് 10. എല്ലാത്തിൻ്റെ ആൻസർ ആയല്ലോ. 4-ാം പദം എന്ന് പറയുന്നത് 20, 6-ാം പദം 40, ശ്രേണിയുടെ പൊതുവ്യത്യാസം 10, ശ്രേണിയുടെ 1-ാം പദം മൈനസ് 10. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ആദ്യത്തെ 20 എണ്ണൽ സംഖ്യകളുടെ തുക കാണുക. നമുക്കറിയാം എണ്ണൽ സംഖ്യകളുടെ തുക കാണാനുള്ള ഒരു റിലേഷനുണ്ട്. നമ്മൾ പഠിച്ചിരുന്നത് എണ്ണൽ സംഖ്യകളുടെ തുക. എണ്ണൽ സംഖ്യകളുടെ തുക കാണാൻ ഒരു റിലേഷനുണ്ട്. S ഈക്വൽ ടു ഇത് പഠിക്കണം. ഹാഫ് n ഇൻറ്റു n പ്ലസ് 1. അതായത് S ഈക്വൽ ടു 1/2 ഇൻറ്റു n ഇൻറ്റു n പ്ലസ് 1. ഇതിൽ n എന്ന് പറയുന്നത് എത്ര എണ്ണത്തിൻ്റെയാണ് കണ്ടെത്തേണ്ടത് എന്നാണ്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻ്റെ അകത്ത് 20 തന്നിട്ടുണ്ട്. അപ്പോൾ S ഈക്വൽ ടു
1/2 ഇൻറ്റു 20 ഇൻറ്റു 20 പ്ലസ് 1 ഈക്വൽ ടു 1/2 ഇൻറ്റു 20 ഇൻറ്റു 21. ഇത് 10. അപ്പോൾ തുക എത്ര കിട്ടി? എസ് ഈക്വൽ ടു 210 എന്ന് കിട്ടി. ഇനി അടുത്തത് ബി. 5, 9, 13 എന്ന സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതുക. സിമ്പിളാണ്. എക്സ് എൻ ഈക്വൽ ടു എ എൻ പ്ലസ് ബി. എ എന്ന് പറയുന്നത് പൊതുവ്യത്യാസം. പൊതുവ്യത്യാസം എന്ന് പറയുന്നത് 9 മൈനസ് 5 ഈക്വൽ ടു 5. അടുത്തടുത്തുള്ള രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ബി എന്ന് പറയുന്നത് ആദ്യ പദം മൈനസ് പൊതുവ്യത്യാസം. ആദ്യ പദം മൈനസ് പൊതുവ്യത്യാസം. ആദ്യ പദം എന്ന് പറയുന്നത് 5, പൊതുവ്യത്യാസം 4 ഈക്വൽ ടു 1. അപ്പം നമുക്ക് എക്സ് എന്നിൻ്റെ അകത്ത് കൊടുക്കാം. എക്സ് എൻ ഈക്വൽ ടു പൊതുവ്യത്യാസം 4 എൻ, ബി എന്ന് പറയുന്നത് 1. അപ്പോൾ 4n പ്ലസ് 1 ആണ് നമ്മുടെ ബീജഗണിത രൂപം. ഇനി അടുത്തത് എന്താണ്? 5, 9, 13 എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 20 പദങ്ങളുടെ തുക കാണുക. അപ്പം നമുക്കറിയാം തുക കാണാനുള്ള റിലേഷൻ എക്സ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എൻ ഇൻറ്റു x1 പ്ലസ് എക്സ് എൻ. x1 എന്ന് പറയുന്നത് എന്താണ്? ആദ്യ പദമാണ്. അപ്പോൾ x1 ഈക്വൽ ടു ആദ്യ പദം 5 ആണ്. അവസാന പദം എക്സ് എൻ എന്ന് പറയുന്നത് x20 ആണ്. അപ്പം നമുക്ക് x20 ആദ്യം കണ്ടെത്തണം. x20 കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി? ഈ സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം നമ്മൾ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. xn ഈക്വൽ ടു 4n പ്ലസ് ഈ എൻഡിൻ്റെ സ്ഥാനത്ത് 20 എന്ന് ഇട്ട് കൊടുത്താൽ മതി. 4 ഇൻറ്റു 20 പ്ലസ് 1. അപ്പം 80 പ്ലസ് 1. അപ്പം 20ാമത്തെ പദം എന്ന് പറയുന്നത് 81 ആണ്. ഇനി നമുക്ക് ഈക്വേഷൻ്റെ അകത്ത് കൊടുക്കാം. എസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എൻ എന്ന് പറയുന്നത് 20 പദങ്ങളാണ്. 20 ഇൻറ്റു x1 എന്ന് പറയുന്നത് 5, xn എന്ന് പറയുന്നത് 81 എന്ന് കിട്ടി. ഇതും കൂടെ കട്ട് ചെയ്ത് പോകും. അപ്പോൾ 10 എന്ന് കിട്ടും. അപ്പോൾ എസ് ഈസ് ഈക്വൽ ടു 10 ഇൻറ്റു 86, ദാറ്റ് ഈസ് ഈക്വൽ ടു 860 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇത്രയാണ് 2023 ചോദിച്ച ക്വസ്റ്റ്യൻസ്.